ഞാൻ ബഹുസ്വരതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതം സൃഷ്ടിച്ച സംസ്കാരത്തെ മാത്രമാണോ? എങ്ങനെയാണ് ഇന്ത്യയുടെ സംസ്കാരം ഇത്രയേറെ വിവിധ ബഹുലമായത്? ഇപ്പോൾ തീർച്ചയായിട്ടും അത് ഹിന്ദു എന്ന് കൊട്ടേഷൻ മാത്രമേ ഞാൻ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. പറയുന്ന ആളുകളുടേതായ ഒരു വാസ്തുശില്പ പാരമ്പര്യം നമുക്ക് ഉണ്ട്. ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം പോലുള്ള അതിഗംഭീരങ്ങളായ ഗോപുരങ്ങളും ശില്പങ്ങളും ഉണ്ട്. നൃത്തത്തിലും സാഹിത്യത്തിലും തത്വചിന്തയിലും ഒക്കെ തന്നെ ഈ വിഭാഗങ്ങൾ, അതായത് ഈ ഹിന്ദു അല്ലാത്ത മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സംഭാവനകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ബുദ്ധ വിഹാരങ്ങളും ബുദ്ധ സ്തൂപങ്ങളും ജാതക കഥകൾ രേഖപ്പെടുത്തിയ അജന്ത ഗുഹയും എല്ലോറയും ഒക്കെ ഇല്ലാതെ ഇന്ത്യയിലെ ശില്പകലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. ജാതക കഥകൾ പോലുള്ള കൃതികളില്ലാതെ നമുക്ക് ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചോ ഇന്ത്യയുടെ കഥാ ആഖ്യാന പാരമ്പര്യത്തെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയുകയില്ല. ജൈന മിഥോളജിയും ജൈന ക്ഷേത്രങ്ങളും ജൈന സംസ്കാരവും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ വസുദേവ ഹിന്ദി പോലുള്ള അതിൻ്റെ ക്ലാസിക്കുകളും ഒക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തെയോ സാഹിത്യത്തെയോ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും പേർഷ്യൻ ഇന്ത്യൻ വാസ്തുശില്പത്തിന്റെ മഹത്തായ മാതൃകകളിൽ അധികവും ഉള്ളത് ഇന്ത്യയിലാണ് എന്ന് നമുക്കറിയാം. അവിടെ താജ്മഹലായാലും ശരി, അല്ലെങ്കിൽ ഹുമയൂണിന്റെ ശ്മശാനമായാലും ശരി, അക്ബറുടെ കോട്ടയായാലും ശരി, അനേകം സ്മാരകങ്ങൾ പേർഷ്യൻ ഇന്ത്യൻ വാസ്തുശില്പ കലകളുടെ അത്ഭുതകരങ്ങളായ സമ്മേളനങ്ങളാണ്. അതുപോലെ ഉറുദു പോലുള്ളൊരു ഭാഷ, കാശ്മീരി പോലുള്ള ഒരു ഭാഷ, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതിലൊക്കെ പേർഷ്യൻ സ്വാധീനം വളരെ ആഴത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ഗസലോ ഖവാലിയോ പോലുള്ള ഒരുപാട് കവിതയുടെയും സംഗീതത്തിൻ്റെയും രൂപങ്ങൾ, കപ്പൽ നിർമ്മാണം, ഗണിതശാസ്ത്രം, ഇങ്ങനെ ജ്യോതിശാസ്ത്രം, ഇങ്ങനെ അനേകം മേഖലകളിൽ ഉള്ള മുസ്ലിം സംഭാവനകൾ എങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് എന്ന് ഒരു ചെറിയ അന്വേഷണത്തിലൂടെ പോലും നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പള്ളികൾ. നമ്മുടെ തന്നെ ഗഗനരേഖ, ഞാൻ സ്കൈലൈൻ എന്നുള്ള വാക്ക് തർജ്ജമ ചെയ്യാൻ നോക്കിയതാണ്. നമ്മുടെ ഈ ആകാശ രേഖ നോക്കിയാൽ തന്നെ നമുക്കറിയാം. അമ്പലങ്ങളുടെ താഴെക്കുടങ്ങൾ ഉണ്ടാവും, അതിൽ മുസ്ലിം പള്ളികളുടെ ഡോമുകൾ അല്ലെങ്കിൽ കമാനങ്ങൾ ഉണ്ടാവും, ക്രിസ്ത്യൻ പള്ളികളുടെ ഗോഥിക് രീതിയിലുള്ള ഗോപുരങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സ്കൈലൈൻ പോലും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസ്തു ശില്പത്തിന് ഇവരെല്ലാവരും നൽകിയ സംഭാവനകൾ എളുപ്പം തന്നെ ബോധ്യമാകും. അതുപോലെ ക്വയർ സംഗീതം, പാശ്ചാത്യ സംഗീതത്തിന്റെ ആദ്യത്തെ സ്വാധീനം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തു മതമാണ്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ആദ്യ കാലത്തെ അഗ്രഗാമികളാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്നത് ഇന്ത്യൻ ഭാഷകൾക്ക് ക്രിസ്തുമതം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തന്നെ ഗദ്യം രൂപപ്പെടുന്നത് ബൈബിളിന്റെ പരിഭാഷയായിരുന്നു. നമ്മുടെ ഗദ്യത്തിന്റെ ആദ്യകാലത്തെ ഏറ്റവും നല്ല മാതൃക, നമ്മുടെ ആദ്യത്തെ നിഘണ്ടു, ആദ്യത്തെ യാത്രാവിവരണം, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, ഇതെല്ലാം കർണൻ കുണ്ടിട്ട് മുതൽ അർണോസ് പാദ്രി വരെയുള്ള ആളുകളിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഇത് മലയാളത്തിന്റെ മാത്രം കഥയല്ല. നിങ്ങളുടെ ഒരു ഒറിയക്കാരനോട് സംസാരിക്കൂ, ഒരു ബംഗാളിയോട് സംസാരിക്കൂ, അവരെല്ലാവരും പറയും അവരുടെ പലരുടെയും ഈ ആദ്യ നിഘണ്ടുക്കളോ ആദ്യ വ്യാകരണങ്ങളോ ഒക്കെ തന്നെ അവർക്ക് നൽകിയിരുന്നത് പലപ്പോഴും പുറത്തുനിന്ന് വന്ന് ഭാഷ പഠിച്ച് അതിൽ വിദഗ്ധരായി മാറിയ മിഷണറിമാർ ആയിരുന്നു എന്ന്. അപ്പോൾ പല വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനങ്ങൾ പിന്നീട് ട്യൂഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. പക്ഷെ ആദ്യകാലത്ത് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ വലിയ സംഭാവനകൾ. എന്തുകൊണ്ട് സരസ്വതി വിജയം പോലുള്ള ഒരു കൃതിയെ വേണമെങ്കിൽ ഒരു കൺവെർഷൻ നോവലായിട്ട് വായിക്കാം, പക്ഷെ അങ്ങനെ അല്ലാതെയും വായിക്കാം. ദിലീപ് മേനോൻ ചെയ്തിട്ടുള്ളത് പോലെ. അത് കാരണം ക്രിസ്തു മതത്തിലൂടെ തങ്ങളുടെ ഈ ജാതി പീഡനത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന ബോധവും അതിലൂടെ വിദ്യാഭ്യാസം നേടാം എന്ന തിരിച്ചറിവും ചേർന്നാണ് ആ കാലത്ത് ഒരുപാട് കൺവെർഷനുകൾ അല്ലെങ്കിൽ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. പാതിരിമാരുടെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, സ്വന്തം ആവശ്യത്തിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ കൂടിയാണ് പലപ്പോഴും ആ കാലത്തുള്ള മതപരിവർത്തനങ്ങൾ പലതും നടന്നു പോന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മതമൈത്രിയുടെയും അതുപോലെ മതങ്ങളുടെ അനേകം തരത്തിൽ എല്ലാ രംഗങ്ങളിലുള്ള സംഭാവനകളുടെയും ഒക്കെ ഉൽപ്പന്നം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ എന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി ഒരു കാര്യം ചുരുക്കി പറഞ്ഞു, കാരണം ഇതിന്റെ മറുവശം ഒന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. അത് ഇന്ന് ഇന്ത്യ ആരുടെയാണ്,
അല്ലെങ്കിൽ ആരുടെ ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി കണ്ടാലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം, വർത്തമാനകാല പ്രാധാന്യം മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ഇന്ത്യ ഏതെങ്കിലും മതത്തിന്റെ ആണോ അല്ല എന്ന് നാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാജ്യമാണ് എന്നാണ്. ഹിന്ദു എന്ന, ഞാൻ കൊട്ടേഷനിലാണ് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, ഹിന്ദു എന്ന ഒരു മതം ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ആരാണ് ഹിന്ദുക്കൾ എന്നറിയപ്പെട്ടിരുന്നത്? സിന്ധു നദീതീരത്ത് ജീവിച്ചിരുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ പുറത്തുനിന്ന് വന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് മാത്രമായിരുന്നു അത്. അൽ ഹിന്ദ് എന്ന അറബികൾ വിളിച്ചു. പിന്നീട് വന്ന ആളുകളൊക്കെ ഇവിടെ അന്ന് ജീവിച്ചിരുന്ന ആളുകളെ മൊത്തം അവർക്ക് മനസ്സിലാകുകയില്ല. ഇവിടുത്തെ ഘടന, ഈ ജാതി, മതം, ഉപജാതി, ഈ അതുകൂടാതെ ആദിവാസികൾ ഇതെല്ലാം ചേർന്ന ഒരു സമുദായത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായതുകൊണ്ട് വളരെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വാക്ക്, ഹിന്ദു എന്നൊരു വാക്കുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വിശേഷിപ്പിക്കാനായി വിശേഷിച്ചും ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങൾ പിന്നീട് വന്നു ചേർന്ന മതങ്ങൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അവരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവനെ ആരാധിക്കുന്നവർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ദുർഗയെ ആരാധിക്കുന്നവർ, താന്ത്രിക മതത്തിൽ വിശ്വസിക്കുന്നവർ, ഇങ്ങനെയുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള വഴക്കുകളും വളരെ സാധാരണമായിരുന്നു. പ്രത്യേകിച്ച് ശൈവ വൈഷ്ണവ കലഹങ്ങളുടെ ഒരു ദീർഘ പാരമ്പര്യം, നേരത്തെ പറഞ്ഞ ലയത്തിന്റെ പാരമ്പര്യം പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ഇരുണ്ട പാരമ്പര്യവും നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ അനേകം വർണ്ണങ്ങൾ, അനേകം ജാതികൾ, ആദിവാസികൾ ഇതെല്ലാം ചേർന്ന ഈ ബഹുല സമൂഹത്തെ ഒരൊറ്റ വാക്ക്, ഹിന്ദു എന്നൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുക വളരെ പ്രയാസമാണ്. ഇവരിൽ പലരും പിന്നീട് ഹിന്ദു ആക്കപ്പെട്ടവരാണ് എന്നുകൂടി അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. വിശേഷിച്ചും ആദിവാസികൾ, ദളിതർ ഒരു കാലത്തും ഒരു പ്രധാന ഹിന്ദു വിഭാഗമായി അംഗീകരിക്കപ്പെട്ടിരുന്നതേയില്ല. ആദിവാസികളാകട്ടെ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ നേരിട്ട് അനുഭവിക്കാനിടയായിട്ടുള്ളതുകൊണ്ട് ആദിവാസികൾ ഒരു പാമ്പിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചെന്ന് പറയും ഇത് അനന്തനാണ്, ഈ കൃഷ്ണൻ ശയ്യയാണിത്, അല്ലെങ്കിൽ ശിവന്റെ ആഭരണമാണിത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ രൂപത്തിലുള്ള എന്തെങ്കിലും ഇത് നരസിംഹാവതാരമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അവരുടെ എല്ലാ അമ്മ ദൈവങ്ങളെയും, മദർ ഗോഡസസിനെ മുഴുവൻ തന്നെ ദുർഗയുടെ, ദേവിയുടെയോ അല്ലെങ്കിൽ കാളിയുടെയോ ഒക്കെ പല പല അവതാരങ്ങളാണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുക. അങ്ങനെയാണ് ആദിവാസികൾ, അവരൊരിക്കലും ഹിന്ദുക്കളായിരുന്നില്ല, ആദിവാസികളെ ഹിന്ദുക്കളാക്കി മാറ്റാനുള്ള ശ്രമം പരക്കെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ മുഴുവൻ നടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു എന്ന ഈ വാക്ക് ഒരു മതം എന്ന രീതിയിൽ ഒരുപക്ഷെ പ്രയോഗിക്കപ്പെടാൻ ആരംഭിക്കുന്നത് പ്രധാനമായും ആര്യസമാജത്തിൻ്റെയും ബ്രഹ്മസമാജത്തിൻ്റെയും, വിശേഷിച്ചും ബ്രഹ്മസമാജത്തിൻ്റെ വരവോടെയാണ് എന്ന് പറയാം. അതിനുശേഷമാണ് 1914 ഹിന്ദു മഹാസഭ നിലവിൽ വരുന്നു. ലാലാ ലജ്പത് റായിയും മദൻ മോഹൻ മാളവയും മറ്റും രൂപം കൊടുത്ത ഹിന്ദു മഹാസഭ. അവിടെ ഹിന്ദു എന്ന വാക്ക് ഒന്നുകൂടി ദൃഢീകരിക്കപ്പെടുന്നു, കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. അതിൻ്റെ നേതൃത്വം ക്രമേണ കൂടുതൽ തീവ്രവാദികളായ ആളുകളിലേക്ക് ചെന്നുപെടുന്നത് നാം കാണുന്നു. സവർക്കർ വരുന്നു, ഗോൾവാൾക്കറുടെ പോലുള്ള ആളുകൾ അവരുടെ ബെഞ്ച് ഓഫ് തോട്ട്സ്, ചിന്താശൂന്യതയുടെ ഒരു പൂമ്പുല ആണത് വാസ്തവത്തിൽ, അങ്ങനെയുള്ള പുസ്തകങ്ങളുമായിട്ട് കടന്നു വരുന്നു. ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം ക്രമേണ ഹിന്ദു മഹാസഭ ഉയർത്താൻ ആരംഭിക്കുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സവർക്കറുടെ നേതൃത്വവും ഗോൾവാൾക്കറുടെ ചിന്തകളും എല്ലാം ചേർന്നാണ് അതിന് ഒരു എക്സ്ട്രീമിസ്റ്റ് എഡ്ജ് അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തിൻ്റെതായ ഒരു മൂർച്ച അതിന് നൽകാൻ ആരംഭിക്കുന്നത്. അത് ആ കാലത്തെല്ലാം പിന്നീടും അവർ പറഞ്ഞിരുന്ന 2-3 കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഹിന്ദു അധീശത്വം ഇന്ത്യയിൽ ആവശ്യമാണ് എന്നതിന്. അതിൻ്റെ മുഴുവനൊരു അപഗ്രഥനത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ 2-3 പ്രധാന ന്യായീകരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായി പറഞ്ഞിരുന്നത് ഈ മുസ്ലിം രാജാക്കളെല്ലാം ക്ഷേത്ര നശീകരണം നടത്തിയിരുന്നു എന്നതാണ്. ഇത് ചരിത്രം, വസ്തുനിഷ്ഠമായ ചരിത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില മുസ്ലിം രാജാക്കന്മാർ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് രാജതരംഗിണി പോലുള്ള കൃതികൾ പറയുന്നു. കാരണം ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് ഒരു യുദ്ധമോ ക്ഷാമമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ ഒരു രാഷ്ട്രം നേരിടുമ്പോൾ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നതോ അമ്പലങ്ങളിലെ സ്വത്തെടുക്കുന്നതോ തെറ്റല്ല എന്നാണ്. കാരണം അന്ന് ക്ഷേത്രങ്ങളായിരുന്നു സ്വത്തിന്റെ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതുകൊണ്ട് ഈ ക്ഷേത്ര സ്വത്ത് അത് ഈ ഹിന്ദു രാജാക്കന്മാരും അതുപോലെ തന്നെ മുസ്ലിം രാജാക്കന്മാരും ഒരേപോലെ ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഔറംഗസീബ് ഉൾപ്പെടെയുള്ള ഏറ്റവും പലപ്പോഴും വെറുക്കപ്പെട്ടവനായി കരുതപ്പെടുന്ന ഔറംഗസീബ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അക്ബർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അനേകം കാര്യങ്ങൾ മറച്ചുവെച്ചു, അതിന്റെ സങ്കീർണതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ക്ഷേത്ര നശീകരണത്തെക്കുറിച്ചുള്ള സംഭാഷണം മുന്നേറാറുള്ളത്. രണ്ടാമത്തേത് മതപരിവർത്തനമാണ്, കൺവേർഷൻ. അപ്പൊ ഈ കൺവേർഷനെ കുറിച്ചുള്ള അനേകം പഠനങ്ങൾ വന്നിട്ടുണ്ട്. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഉൾപ്പെടെയുള്ള അനേകം ആനുകാലികങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ആയിട്ട് അതെല്ലാം കാണിക്കുന്നത് ആരാണ് ഇങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായ ആളുകൾ. തങ്ങളുടെ മതം എന്ന് പറഞ്ഞ ഹിന്ദു മതത്തിനകത്ത് എരിപൊരി കൊണ്ടിരുന്ന ആളുകൾ, തങ്ങൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ, അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന, എത്ര വാര അകലെ നിൽക്കണമെന്ന്, ഏത് കുളത്തിലെല്ലാം കുളിച്ചുകൂടാ എന്ന്, ഏത് വെള്ളം തൊട്ട് കൂടാ എന്ന്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ സവർണർ മാറ്റി നിർത്തിയിരുന്ന ഈ ആളുകളാണ് വലിയ പ്രത്യേകിച്ച് ഒന്നിച്ചുള്ള കൺവേർഷനുകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺവേർഷൻ നടന്നത് നമുക്കറിയാവുന്നതുപോലെ ബുദ്ധമതത്തിലേക്ക് ഉള്ള അംബേദ്കർ നടത്തിയ കൺവേർഷനാണ്. അത് അവിടെയും ദളിതരാണ് ബുദ്ധമതത്തിലേക്ക്, ദളിതരെയാണ് ഈ തങ്ങളുടെ പീഡനത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബുദ്ധമതത്തിലേക്ക് മാറൂ എന്ന് അംബേദ്കർ ആഹ്വാനം ചെയ്യുന്നത്. അന്ത്യകാലത്ത് ഈ ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അംബേദ്കർ എന്നും അംബേദ്കറുടെ അന്ത്യകാല കൃതികൾ ഞാൻ സമീപകാലത്ത് വായിക്കുന്ന 4 കൃതികളുണ്ട്. ഈ ബുദ്ധമതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ. അതിൽ അദ്ദേഹം ഒരു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ടൊരു കാര്യം, ഒരു മതം ആവശ്യമാണെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മതം വേണ്ടെന്നല്ല പറയുന്നത്, ഒരു മതം ആവശ്യമാണ്. അങ്ങനെ അത് ആളുകൾക്ക് ആശ്വാസത്തിനും ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാകാനും ആത്മാന്വേഷണത്തിനും ഒക്കെ ഒരു മതം ആവശ്യമാണ്. അങ്ങനെ ആവശ്യമാണെങ്കിൽ ആ മതം ആകാൻ കഴിയുന്ന മതം ഒരു പക്ഷേ ബുദ്ധമതം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, അനേകം താരതമ്യങ്ങളിലൂടെ പ്രത്യേകിച്ച് ഹിന്ദു എന്ന് അറിയപ്പെടുന്ന മതവുമായുള്ള താരതമ്യങ്ങളിലൂടെ അത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അത് ഏതാണ്ട് ക്രൂരമായി അറിഞ്ഞുപോയ ചില അധ്യായങ്ങളാണ്. രാമക്ഷേത്രത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ നമുക്കറിയാം. ഈ അയോധ്യയിലാണ് രാമൻ പറഞ്ഞത്. ആരോ സാക്ഷികളുള്ള പോലെയാണെന്ന് പറയാറെങ്കിലും പലപ്പോഴും പല ജൈന രാമായണത്തിലൊക്കെ കാശിയിലാണ് രാമന്റെ ക്ഷേത്രം. യുവൻസാങ് വന്നപ്പോൾ അയോധ്യയിൽ കണ്ടത് ജൈന ക്ഷേത്രവും ജൈന